എവിടെയാണോ ഇനി എന്നെ തള്ളിയിട്ടെ? ഇപ്പൊ ഭൂമി പോലെ എന്റെ ശവം ഇപ്പൊ പൊങ്ങി വീണേനെ. ഏതായാലും ജീവനോട് എത്തിയത് നന്നായി, അല്ലെങ്കിൽ എന്റെ ആണ്ട് ഇപ്പൊ പോയാണ്. എന്റെ ദൈവമേ, അല്ല ദൈവം എന്തിനാ വിളിക്കുന്നേ? ഞാൻ മാവേലിയല്ലേ? അല്ലേ? ഈശ്വര, അങ്ങനെ ഞാൻ ഭൂമിയിൽ എത്തിച്ചേർന്നു. ഇനി ചില മനുഷ്യരെ നമുക്കൊന്ന് കാണാം. രണ്ട് കുട്ടികൾ അവിടെ കളിക്കുവാന്ന് തോന്നുന്നു. സമ്മാനം അവർക്ക് കൊടുക്കാം. മാവേലിയല്ലേ? ഈശ്വര, എപ്പോഴും ഈശ്വരനെ വിളിച്ചിട്ട് എന്തെന്നാ? ഞാൻ മാവേലിയാ. പോവാ. കുട്ടികളെ, എന്നെ മനസ്സിലായോ? ഏതാ? എന്റെ അമ്മൂമ്മ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് മാവേലിയാണ്. ഓ, അപ്പം നിങ്ങള് മാവേലിയാണോ? ഈശ്വര, ഈശ്വരൻ എന്തിനാ വിളിക്കുന്ന? ഞാനല്ലേ ദൈവം, വേറെ ഏത് ദൈവം ഉള്ളത്? അതെ മക്കളെ, ഞാനാണ് മാവേലി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഓണപ്പരിപാടിയായിട്ട്? പറയൂ. മന്തി തരാൻ പറ്റുമോ? മന്തിയോ? അതെന്താ സാധനം? ഞാനതുപോലെ കേട്ടിട്ട് പോലും ഇല്ല. എന്താ അത്? നല്ല ചൂട് ചോറും മയോണൈസും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കുന്ന സാധനം മന്തി. ഓ, ഞാൻ മാംസം ഒന്നും കഴിക്കത്തുമില്ല. ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. വേറെ എന്തെങ്കിലും ചോദിക്കും മക്കളെ. എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അനുഗ്രഹം മാത്രമേ തരാൻ പറ്റൂ, വേറൊന്നും തരാൻ പറ്റത്തില്ല. മന്തി തരാൻ പറ്റില്ലെങ്കിൽ വേറെ എന്തോ തരാൻ പറ്റും? ഇറങ്ങിപ്പോക്കോ. ശരി, എന്നാ ഞാൻ വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ ഈ വേറെ സ്ഥലത്ത് പോയി കാണാം. ഇവിടെ വേറെ പ്രായമുള്ളവരാ. നിങ്ങൾ എവിടെ നിന്ന് ജനിക്കുന്ന മക്കളെ? ഇവിടെ നന്മയും തിന്മയും ഒന്നുമില്ല. സ്നേഹം മാത്രമായിട്ട് ജീവിക്കുന്ന പ്രകൃതി തത്വമാണ് ഇവിടെ. നിങ്ങൾ ഈ മാംസാഹാരികൾ തിന്നാൽ നിങ്ങളുടെ ശരീരത്തിന് കേടായി വരും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അടുത്ത് വരരുത്, എന്റെ ദേഹത്തോട്. ഞാൻ ഭാവേലിയാണ്. എന്തിനായിട്ട് ദൈവമേ, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ. കൊച്ചു കുട്ടികൾക്ക് ഇപ്പൊ മന്തി വേണം പോലും. ഞാൻ മാവേലിയാ, അല്ലാതെ കുക്കിംഗ് റെസ്റ്റോറന്റ് ഒന്നും അല്ല നടത്തുന്നത്, അല്ലേ? ഇതിനൊക്കെ കൊച്ചുകുറിപ്പ് കേൾക്കുവാവോ? എന്തെങ്കിലും ചായ കുടിക്കാം, വല്ലാത്ത വിശപ്പ്. ഒരു കടയുണ്ട്. എന്ത് നല്ല സ്ഥലം. ഇവിടെ നല്ലൊരു സദ്യ വേണം. ആരിവിടെ? ഇവിടെ കഴിക്കാൻ ആരും ഇല്ലേ? ഇവിടെ കഴിക്കാൻ എന്തുണ്ട് വത്സ? സാർ, ഇവിടെ മന്തി ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ഡക്ക് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ ഇവിടെ പോത്തിറച്ചി ഉണ്ട്, പോത്തുകാലുണ്ട്. സാർ ഏതാ വേണ്ടേ? ഇവിടെ മനുഷ്യന് കഴിക്കാൻ വല്ലതും ഒന്നും ഇല്ലേ? സദ്യയെങ്കിലും ഉണ്ടോ? സാർ സദ്യ ഇല്ല. സാർ സദ്യ ഇല്ല. സദ്യ തീർന്നു കഴിഞ്ഞു. സദ്യ കഴിഞ്ഞു. ഇല്ല. എന്നാ ഇറങ്ങട്ടെ. ഇവിടെ മനുഷ്യനെ കഴിക്കാനൊന്നും ഇല്ല പോലും. എന്റെ പൊന്നു ദൈവമേ, ഇങ്ങനെയുള്ള ചവറ സാധനം കഴിക്കാൻ വേണ്ടിയാണോ എന്നെ വിളിച്ചേക്കുന്നത്? വെജിറ്റേറിയൻ ആയിട്ട് ഒന്നും ഇല്ല ഇവിടെ. കുട്ടികളെ കണ്ടാ ചീത്ത സ്വഭാവമേ പറയത്തുള്ളൂ. മറ്റുള്ളവരെ കണ്ടാലോ അതുപോലെ നാട്ടുകാരുടെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ആർക്കറിയാം. ഒരു കാര്യമില്ല, കുറച്ച് മണ്ണ് കടം ചോദിക്കാം. അവന്മാരെന്നെ ചവിട്ടി താത്തോളും. അതേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സിയുടെ അതേ കളർ. അല്ലാണ്ട് ഒരു കുട്ടി അവിടെ ഇരിപ്പുണ്ടല്ലോ, അവനോട് ഇച്ചിരി മണ്ണ് ചോദിക്കാം. സാർ, എനിക്ക് കുറച്ച് മണ്ണ് തരാവോ? ഇവിടെ മണ്ണില്ല, ഇത് മെറ്റലാ. മതി, ഈ മക്കളെ സാർ. വലിയൊന്നും നിൽക്കാന്ന് ആലോചിച്ചിട്ട് വരും.
മക്കളെ കഷ്ടോട്ടറാ, എനിക്ക് പാതാളിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇവിടെ കുട്ടി പിശാചുകൾ എന്നെ ഓടിച്ചു വിടും. ഒന്ന് താടാ മണ്ണ്. ഓക്കെ, ഞാൻ മണ്ണ് എഴുന്നേറ്റിട്ട് ഞാൻ മണ്ണ് വരുത്തരാം. 1 2 3. ചാണകം, ബ്ലേഡി ചാണകം. ഏത് പശുവാണ് ആ പശു മുടിഞ്ഞോണേ? ഒന്ന് വേഗം ആട്ടെ, എനിക്ക് സമയമില്ല, പോണം എനിക്ക്. മാവേലി, ഒരു ഐഡിയ കിട്ടി. മാവേലി ഒന്ന് കുനിഞ്ഞിരിക്കാം, ഒറ്റ ചവിട്ടി പാതാളത്തിലോട്ട് ഇടാം. ആ ഐഡിയ കൊള്ളാമല്ലോ മോനെ, അത് മതി, ഞാൻ ചെയ്തോളാം. മാവേലി, എനിക്കൊരു വരം തരാം. എനിക്ക് വലുതാവണം, എന്നാലേ മാവേലിനെ ചവിട്ടി താക്കാൻ പറ്റുന്നുള്ളൂ. ഈശ്വര, അടുത്ത കുരിശായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ ദൈവമേ. വത്സ, നിന്റെ ഈ ആഗ്രഹം ഞാൻ നടത്തിത്തരാം. അതിലൊരു കണ്ടീഷനുണ്ട്, പറഞ്ഞ കേക്കുവോ? വാട്ട് ഈസ് ദിസ് കണ്ടീഷൻ? കണ്ടീഷൻ, ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന ഇംഗ്ലീഷ് നീ ഒരിക്കലും മറക്കത്തില്ല, ഓർത്ത് വെച്ചോ. ഇതാ ഞാൻ പറയാൻ പോവുകയാണ്. എടാ, ഇംഗ്ലീഷ് ബഫൂൾ, റാസ്കൽ, ഇഡിയറ്റ്സ് and you bloody bopis, kati, puvika, imdaka, niska, puska, pusni, moski. എല്ലാം കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ, എന്റെ നടു ഒടിപ്പിച്ച് വന്ന് ഇരിപ്പിക്കുന്ന സ്റ്റെൻ. Bloody rascal idiots, you are here means here kokoko. ഈശ്വര, ഇതിനെക്കാട്ടി നല്ലത് ഞാൻ വേറെ ആരെങ്കിലും തെറി വിളിക്കുന്നതാ. ശരി വത്സ, നിന്റെ ഈ തെറി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇനി വരവല്ല നിനക്ക് ചോദിക്കാനുള്ളത് ഞാൻ തരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പാതാളത്തിലേക്ക് പോകും. നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ല. ഓക്കെ ഈശ്വര? അങ്ങനെ വലുതായി ഒറ്റ ചവിട്ടി ഇനി താക്കണം ഞാൻ. ദൈവങ്ങളെ, അങ്ങനെ താത്തി. എന്റെ ഈശ്വര, ഞാൻ പാതാളത്തേക്ക് എത്തി നടു. ഇനി മേലാൽ ഞാൻ ഈ ഭൂമിയിലേക്ക് പോകാൻ സാധ്യതയില്ല. എന്റെ പൊന്നീശ്വര, ഇനി ഈ നശിച്ച ലോകത്ത് ഞാൻ വരുത്തുമില്ല. അതുവരെ ഞാൻ പോയി റെസ്റ്റ് ചെയ്യട്ടെ. അമ്മ.